കാട്ടാക്കടയുടെ സ്വന്തം MLA IB സതീഷ് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും 10 വർഷം കാട്ടാക്കടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോയി. ഒപ്പം ഇനിയൊരു വീണ്ടും ഒരു ജനപ്രതിനിധി ആവാൻ വേണ്ടി അവസരം തേടി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എന്തായാലും ഈ 10 വർഷത്തെ വികസന നേട്ടവും ഒപ്പം എന്തെല്ലാം മുന്നോട്ട് വയ്ക്കുന്നു ഇനി 5 വർഷത്തേക്ക്? ഈ കാട്ടാക്കടക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നല്ല, ജീവിച്ചു എന്നാണ് ഞാൻ പറയുക. കാട്ടാക്കടയിൽ ജനിച്ച് ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചില നേട്ടങ്ങളുണ്ടായി. കേരളത്തിലെ ഏക സാങ്കേതിക സർവകലാശാല അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അതിനുവേണ്ടി നമ്മൾ 100 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് വെഹിക്കിൾ പാർക്ക് EV പാർക്ക് വരുന്നത് നമ്മുടെ മണ്ഡലത്തിലാണ്. അഡ്വഞ്ചറസ് ടൂറിസം അക്കാഡമി, ഇങ്ങനെ നിരവധി മേഖലകളിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ റോഡുകൾ കാണുന്നില്ലേ? എല്ലാ റോഡുകളും ഉയർന്ന BMBC നിലവാരത്തിലായി. സ്കൂളുകൾ, കേരളത്തിൽ പൊതുവെയുള്ള വികസനത്തിൻ്റെ കണ്ണാടിയാണ് കാട്ടാക്കട എന്ന് പറയാം. അപ്പോൾ ജനങ്ങൾ അത് അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫ്ലാറ്റ് ഞങ്ങളുടെ മണ്ഡലത്തിലാണ്, ആമച്ചലിലെ ചന്ദ്രമംഗലത്താണ്. അപ്പോൾ എന്താണോ പറയുന്നത് അതിന് ഉദാഹരണങ്ങളുണ്ട് കാട്ടാക്കടയിൽ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഞങ്ങളുടെ മണ്ഡലത്തിലാണ്. ലോകത്തിലാദ്യമായി നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി, അതിന് തുടക്കം കുറിച്ചത് ഞങ്ങളുടെ മണ്ഡലത്തിലാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താണോ പറയുന്നത് അത് കൂടുതൽ അടുത്ത് നിന്ന് അറിയാൻ, അനുഭവിക്കാനുള്ള ഭാഗ്യം കാട്ടാക്കട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ അതുതന്നെയാണ് ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് പലതും തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാവണം. ചില പുതിയ ആശയങ്ങളുണ്ട്, അത് സാക്ഷാത്കരിക്കാനാവണം. 5 വർഷവും ആശയസമ്പന്നം കൂടി ആയിരുന്നു MLAയുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് പരിസ്ഥിതി മേഖലയിലാകട്ടെ, അത്തരത്തിൽ ആശയസമ്പന്നമായ ഒരു പ്രവർത്തനം ഇനി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇനി അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് പുതിയ ആശയങ്ങൾ എന്തെങ്കിലും വോട്ടർമാരുടെ മുന്നിലേക്ക് വെക്കാനോ? അല്ല, ആശയങ്ങൾ ഓരോ കാലത്തും ഉറവയെടുക്കുന്നതാണ്. ആ കാലത്തിന്, ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് പുതിയ ആശയങ്ങൾ വരുന്നത്. ഞങ്ങളിപ്പോൾ കാട്ടാക്കട മണ്ഡലത്തെ സംബന്ധിച്ച ഒരു ചരിത്ര രചന വിദ്യാർത്ഥികളുടെയും വായനശാല പ്രവർത്തകരുടെയും സഹായത്തോടെ പൂർത്തിയാക്കി. നാട്ടറിവിൻ്റെ കാട്ടാൽ, എനിക്ക് തോന്നുന്നു ഒരു നിയോജക മണ്ഡലം അതിൻ്റെ പ്രാദേശിക ചരിത്ര രചന നടത്തുന്നത് നമ്മുടെ മണ്ഡലത്തിലായിരിക്കുമെന്നാണ്. തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. കാർബൺ ന്യൂട്രൽ കാട്ടാക്കട 2 ആഡിറ്റ് റിപ്പോർട്ടുകൾ നടത്തി. ആ 2 ആഡിറ്റ് റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ആഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളുണ്ട്, അത് പൂർണ്ണതയിലെത്തിക്കുക. എങ്ങനെയുണ്ട് ജനങ്ങൾക്കടുത്ത് വോട്ട് തേടി വീണ്ടും എത്തുമ്പോൾ ഒരു സുപരിചിതനായ ഒരാൾ എത്തുന്ന രീതിയിൽ തന്നെയാണോ ആളുകളുടെ സ്വീകരണമല്ല? തീർച്ചയായും. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് എല്ലായിടത്തും സ്വീകരിക്കുന്നത്. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും ആ അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കാതെ വളരെ സ്നേഹത്തോടെ, വളരെ കോഡിയലായിട്ടുള്ള റിലേഷൻ. ചൂട് വളരെ കൂടുതലാണ്. സ്വാഭാവികമായി കാട്ടാക്കടയിലെ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? ത്രികോണ മത്സരമായി വിലയിരുത്താൻ കഴിയുമോ? അല്ല, ഇത് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള മണ്ഡലമായി കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇടതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 23,000-ലധികം വോട്ടിൻ്റെ മേൽക്കൈ ഉള്ള മണ്ഡലമാണ്. അത് നിലനിർത്തും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലേശം ക്ഷീണം സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. പ്രധാനമന്ത്രി തിരുവനന്തപുരം ജില്ലയിൽ സന്ദർശനം നടത്തിയ ഏക പ്രദേശം കാട്ടാക്കട മണ്ഡലമാണ്. കാട്ടാക്കടയിലാണ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് യോഗം നടത്തിയത്. പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, അത് ഞങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ഞങ്ങൾ വ്യക്തമായ മേൽക്കൈ നേടി. സീറ്റുകളുടെ എണ്ണത്തിൽ ലേശം കുറവുണ്ട്, അത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ കിട്ടിയ വോട്ടുകൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാകട്ടെ, ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലെ വോട്ടുകളുടെ, പൊളിറ്റിക്കൽ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ വ്യക്തമായ, ചോദ്യം ചെയ്യാനാവാത്ത മേൽക്കൈ ഇടതുപക്ഷത്തിനുണ്ട്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകും. എന്തായാലും എല്ലാവിധ ആശംസകളും. എന്തായാലും IB സതീഷ്, LDF സ്ഥാനാർത്ഥി IB സതീഷ് വീടുകൾ കയറി ഇറങ്ങി വോട്ട് തേടുന്നതിൻ്റെ തിരക്കിലാണ്. സന്തോഷ് ചേകനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.